നമസ്കാരം. ഇപ്പൊ മഴക്കാലമൊക്കെ തുടങ്ങി. ഈ മഴക്കാലത്ത് പൊതുവെ കണ്ടുവരുന്ന അസുഖങ്ങളാണ് ഡെങ്കു, മലേറിയ, ചിക്കൻ ഗുനിയ, ടൈഫോയിഡ് എന്നിവ. ഇന്ന് നമുക്ക് ഡെങ്കുവിനെ പറ്റി സംസാരിക്കാം. ഡെങ്കു ഒരു വൈറൽ പനിയാണ്. ഡെങ്കു വൈറസ് ബാധിച്ച ഏഡിസ് ഈജിപ്തി എന്ന കൊതുകാണ് ഡെങ്കുപ്പനി പകർത്തുന്നത്. ഈ കൊതുക് കടിച്ച് 3 മുതൽ 10 ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. ക്ലാസിക്കൽ ഡെങ്കുവിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം തന്നെ പെട്ടെന്ന് വരുന്ന പനിയും കുളിരും. ഈ പനി 39 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കാണപ്പെടുന്നത്. കടുത്ത തലവേദന, കണ്ണിന്റെ പുറകുവശത്തായിട്ടുള്ള വേദന, സിവിയർ ആയിട്ട് വരുന്ന മസിൽ പെയിൻസ്, ജോയിന്റ് പെയിൻസ്. ഈ ഡെങ്കുവിനെ ബ്രേക്ക് ബോൺ ഫീവർ എന്നാ പറയുന്നത്. അത്രത്തോളം സിവിയർ ആണ് ഈ ജോയിന്റ് പെയിൻസ്. പിന്നെ ഓക്കാനം, ഛർദില്, വിശപ്പില്ലായ്മ, വയറുവേദന എന്നിവ. പിന്നെ ചിലർക്ക് പനി മാറിക്കഴിയുന്ന സമയം ഒരു സ്കിന്നിലെ റാഷസ് പോലെ കാണപ്പെടുന്നുണ്ട്. ഇനി ഡെങ്കു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ടെസ്റ്റാ ചെയ്യേണ്ടത്? ബേസിക് ആയിട്ട് ഒരു ബ്ലഡ് റൊട്ടീനും പ്ലേറ്റ്ലെറ്റ് ആണ് നോക്കേണ്ടത്. ബ്ലഡ് റൊട്ടീനിൽ WBC കൗണ്ട് 5000 സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്ററിന് താഴെയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 1.5 ലാക്ക് സെൽസ് പെർ ക്യൂബിക് മില്ലിമീറ്ററിന് താഴെയും ആയിരിക്കും. ESR എലിവേറ്റഡ് ആയിരിക്കും. പിന്നീട് ഈ ഡെങ്കു വൈറസ് ആണെന്ന് സ്ഥിരീകരിക്കാൻ ആദ്യത്തെ 5 ദിവസത്തിനുള്ളിലാണെങ്കിൽ NS1 ആന്റിജൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ 5 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കു ആന്റിബോഡി ബോഡിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് IgG ആന്റിബോഡി ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇനി ഡെങ്കു ബാധിച്ച ഒരാൾക്ക് ബോഡിയിൽ നിന്നും ഒരുപാട് ഫ്ലൂയിഡ്സ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ ഡെങ്കുവിനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഡെങ്കു ബാധിച്ച ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ ബെഡ് നെറ്റ് ഒക്കെ ഉപയോഗിച്ച് മാറ്റിക്കിടത്തുക. ഇനി സ്വയം സംരക്ഷണത്തിനായി ഫുൾ കവേർഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ ഏഡിസ് ഈജിപ്തി എന്ന കൊതുകാണല്ലോ ഡെങ്കു പകർത്തുന്നത്. അത് പൊതുവെ കാണപ്പെടുന്നത് പകൽ സമയത്താണ്. അപ്പൊ പകൽ സമയത്ത് കുട്ടികൾ ഉറങ്ങുമ്പോൾ ബെഡ് നെറ്റ് ഒക്കെ ഉപയോഗിച്ച് വേണം അവരെ ഉറക്കാൻ. പിന്നെ ഈ ഏഡിസ് ഈജിപ്തി എന്ന കൊതുക് പൊതുവെ മുട്ടയിടുന്നത് ഉപയോഗശൂന്യമായ ചിരട്ടകൾ, ടിന്നുകൾ, കാലിക്കുപ്പികൾ എന്നിവയിൽ വെള്ളം കെട്ടിയിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതൊക്കെ പരമാവധി വൃത്തിയാക്കി സൂക്ഷിക്കുക.